എന്താടി എന്നെ പരിചയമില്ലാത്തതുപോലെ? അതോ ഓർമ്മയില്ലാന്ന് അഭിനയിക്കാം? ഇതേ മതിൽക്കെട്ടിനുള്ളിൽ, ഇതേ കട്ടിൽ. പക്ഷേ അന്ന് ഞാൻ ഇവിടെ കൂടെ കൂടെ വരുമായിരുന്നു. അതിനിപ്പോ എന്ത് വേണം? നിന്നെ വേണം. എന്റെ വീട്ടിലും കട്ടിലുണ്ട്, എന്റെ വീട്ടിലും മെത്തയുണ്ട്, എന്റെ വീട്ടിൽ ഞാനുമുണ്ട്. നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. ഓഹോ, പുടവ തന്ന് എന്നെ കൊണ്ടുപോകാൻ വന്നതായിരിക്കും. നാണോ ഇല്ലല്ലോ തനിക്ക്? ശീലാവധി ചമയുകയാണോ? എല്ലാ സൗകര്യങ്ങളും തരാം, തനിച്ച് താമസിക്കാൻ ഒരു വീടും തരാം. ഗോപിയുടെ വെപ്പാട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ അന്തസ് എന്താണെന്ന് നിനക്കറിയാം. എത്രയോ സ്ത്രീകൾ ഈ സ്ഥാനത്തിന് വേണ്ടി എന്റെ പുറകെ നടക്കുക. എന്തു പറയുന്നു? ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാനിപ്പോ പഴയ മാലതിയല്ല. നല്ലൊരു ജീവിതം തുടങ്ങാൻ ശ്രമിക്കുന്ന എന്നെ എന്തിനിങ്ങനെ ശല്യപ്പെടുത്തുന്നു? ഈ കാര്യം വേലുച്ചേട്ടൻ അറിഞ്ഞാൽ നിങ്ങൾ വെറുതെ വിടില്ല. വേലു? ഞാൻ അറിയാത്തൊരു വേലു പുതിയ ഉദ്യോഗം കൊടുത്തിരിക്കുകയാണ്, ഭർത്താവ് ഉദ്യോഗം. എന്ത് ശമ്പളം കൊടുക്കുന്നുണ്ട്? ഭാഗ്യദേവത നിന്നെ അന്വേഷിച്ചു വന്നിരിക്കുകയാണ്. ഇനി ഇതുപോലെ അവസരം ഞാൻ തരുമെന്ന് വിചാരിക്കരുത്. മര്യാദയ്ക്ക് മര്യാദയ്ക്ക് ഇവിടുന്ന് പോകാനാ പറഞ്ഞത്. ഇല്ലെങ്കിൽ ബഹളം വെച്ച ആളുകളെ കൂട്ടും. ബഹളം വയ്ക്കും. എങ്കിലും ഒന്ന് കാണട്ടെ. മാലതി മാലതി തന്നെയാണ്. പോയ കാര്യം എന്തായി? ജോലിക്കാരിയല്ലേ, എന്നത്തെയും പോലെ തന്നെ കിട്ടിയില്ല. വന്ന പാടെ ഇങ്ങനെ കിടന്നാലോ? കൈ കഴിയിട്ട് ചോറുണ്ണാൻ വരും. ഇതല്ലേ നിങ്ങൾ നോക്കുന്നത്? ശരി ശരി, ഒരു ഊണ് കഴിക്കണം. നിസ്സാരമായൊരു ബീഡി കഷ്ണം സംശയത്തിനിടെ ഉണ്ടാക്കിയല്ലേ? ബീഡിയുടെ ഉടമസ്ഥൻ ആരാണെന്ന് ചോദിച്ചില്ലല്ലോ. ചോദിച്ചെങ്കിലേ പറയാം. നിങ്ങളുടെ അനുജൻ ഗോപിയാണ്. അവനോട് വന്നിരുന്നോ? അതെ, വന്നിരുന്നു. ഞാൻ അവന്റെ കൂടെ പാർക്കണമെന്ന്, വെപ്പാട്ടിയായിട്ട്. സകല സൗകര്യങ്ങളും തരാമെന്ന്. പക്ഷേ ഞാനവനെ ഓടിച്ചു വിട്ടു. അവനെ നിനക്ക് നേരത്തെ അറിയാം? നേരത്തെ പരിചയപ്പെടാത്ത ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, എന്റെ വേലുവേട്ടൻ. എന്റെ പഴയ ജീവിതം കണ്ടുമുട്ടിയവരിൽ ഗോപി ഒരാളാണ്. ഭാര്യയും ഭർത്താവൊന്നും പറയാറായിട്ടില്ല. അപ്പോഴേക്കും സംശയം കണ്ടില്ലേ? ആൺവർഗത്തിന്റെ കൂടപ്പിറപ്പല്ലേ സംശയം. സംശയിച്ചതല്ല മാലതി, പണ്ടത്തെ പരിചയക്കാരിൽ നിന്നുള്ള ശല്യം കുറെ കാലം കൂടി നിനക്ക് തുടർന്നു വന്നേക്കാം. എങ്കിലും നീ സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയൊരു സത്യം കൂടിയുണ്ട്. എന്താ? ഗോപി എന്നെ ബലാത്കാരമായി കെട്ടിപ്പിടിച്ച്
ഇത് കണ്ടില്ലേ? എവിടെ പോകുന്നു? ഗോപിയുടെ വീട്ടിലേക്കോ? അതെ. അടിപിടി കൂടി അപകടമൊന്നും ഉണ്ടാക്കരുതേ. ഒന്ന് നിൽക്കൂ. ഇത് അവൻ എനിക്ക് കൊണ്ടുവന്ന സമ്മാനമാണ്. അവന്റെ മുഖത്ത് തന്നെ വലിച്ചെറിഞ്ഞിട്ട് വന്നാ മതി. എടി ഭാർഗവി, ഈ കഥ തുറന്നിട്ട് റോഡെ പോകുന്ന പട്ടിയും പൂച്ചയൊക്കെ അകത്ത് കയറുമെന്ന് അറിയാൻ പോയത്. എന്തേ കേറി വന്നത് പട്ടിയാണെങ്കിൽ നിന്റെ അമ്മ പ്രസവിച്ചതാടാ. നിന്നേക്കാ മുമ്പേ ജനിച്ചവനാണടാ. നീ എന്റെ വീട്ടിൽ വന്ന് കയറണം പട്ടി. നിന്റെ വീട്ടിലാരാ കള്ളം പറയുന്നോടാ. ഞാൻ മാനതിന്റെ വീട്ടിലാണ് പോയത്. അത് തന്നെയാണോ എന്റെ വീട്. അവളെ പാട്ടത്തിനെടുത്തിരിക്കുകയാണോ അതോ വിലക്കോ? അല്ല, പുറമ്പോക്കിനെ ഇവിടുന്ന് പാട്ടമല്ലേ. ഇനി മേലെ പഠിക്കാത്ത നീ കയറിയാൽ നിന്റെ മുട്ടുകാരി ഞാൻ തല്ലി പിടിക്കും. വരട്ടാതെ എന്റെ വിരട്ട് തന്നെ കാണണോടാ. ഇതേ വീട്ടിൽ എന്റെ കട്ടിൽ ഞാൻ അവളെ കൊണ്ടുവന്നില്ലെങ്കിൽ എന്നെ എങ്ങനെ വിളിക്കും? ഞാൻ അല്ലെങ്കിലും നിന്നെ അങ്ങനെ തന്നെ വിളിക്കുന്നേ. നിനക്കെന്റെ മാലതി അറിഞ്ഞുകൂടാ. നിന്റെ മാലതി എനിക്ക് അറിഞ്ഞുകൂടാ അല്ലേ? അവളുടെ ശരീരത്ത് എത്ര മറവുണ്ടെന്ന് നിനക്കറിയാമോ? എന്റെ അടുത്ത് അതിന് കണക്കോ? ഗോപി, ഞാൻ നിന്റെ ചേട്ടനാണെന്നുള്ള കാര്യം നീ ഓർമ്മിക്കുന്നില്ലെങ്കിലും നീ എന്റെ അനിയനാണെന്നുള്ള കാര്യം ഞാൻ പലപ്പോഴും ഓർത്തു പോകാറുണ്ട്. എന്താ ഇത്രയും താമസിച്ചത്? ആ തുമ്മൂഴിയിലെ കോമളത്തിന് പെട്ടെന്ന് അസുഖം വന്നു. ഒടുവിൽ ഡോക്ടർ എടുത്തു കൊണ്ടുപോയി. ഇഞ്ചക്ഷൻ എടുക്കാനും മരുന്ന് വാങ്ങിക്കാനും ഒരുപാട് സമയം. എനിക്ക് പനി പിടിച്ചിട്ട് 4-5 ദിവസമായി. എണീക്കാൻ പോലും വയ്യ. അതിനല്ലേ അന്നേ കുരുമുളക് വെള്ളം കാച്ചി കുടിക്കാൻ പറഞ്ഞത്. ഭാര്യയെ ഡോക്ടറെ അടുത്ത് കൂട്ടിക്കൊണ്ടു പോകാൻ നിങ്ങൾക്ക് സമയമില്ലല്ലേ? ബുദ്ധിയില്ലാത്ത വർത്താനം പറയാതെ. നീയും അവളും ഒരുപോലെയാണ്. നീ 10 ദിവസം സുഖമില്ലാതെ കിടന്നാലും നമുക്ക് എങ്ങനെയും കഴിഞ്ഞുകൂടാ. ഇത് വീട്ടുകാര്യം, അത് തൊഴിൽ. പണ്ടിവിടെ വരുമ്പോഴല്ല ഓരോ രൂപ തരുമായിരുന്നു. ഇപ്പൊ അവള് മോന്തം തിരിച്ചോണ്ട് പോണ കണ്ടില്ലേ? മൂതേ